അയോധ്യയിലെ സംഘപരിവാർ കൊള്ളയിൽ ക്ഷേത്ര ട്രസ്റ്റിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതി ജോൺ ബ്രിട്ടാസ് എം പി. ട്രസ്റ്റ് രൂപീകരിച്ചത് കേന്ദ്രം നേരിട്ടാണെന്നും ട്രസ്റ്റിന്റെ ഭരണകാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും ജോൺ ബ്രിട്ടാസ് എം പി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരുപക്ഷേ ഈ ട്രസ്റ്റ് വിവരാവകാശ പരിധിയിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് സംഘപരിവാർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൊള്ളകൾ പുറത്തുവരും. വളരെ വലിയൊരു നീക്കമാണ് ഇപ്പോൾ ആ അർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസ് എം പി നടത്തിയിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും നമുക്കറിയാം എങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് എന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. 2019 ഇതിന് ആസ്പദമായിട്ടുള്ളൊരു കോടതി വിധി ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് പാർലമെന്റിലൂടെ ഒരു നിയമം നടപ്പിലാക്കുകയും കേന്ദ്ര സർക്കാർ നേരിട്ട് ഔദ്യോഗികമായിട്ടുള്ളൊരു വിജ്ഞാപനം നടത്തിക്കൊണ്ട് മുതിർന്ന IS ഉദ്യോഗസ്ഥർ നേരിട്ട് ആണ് ഇത്തരത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഒരു നിർമ്മാണത്തിലേക്കൊക്കെ കടക്കുന്നത്. അത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഒരു നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങൊക്കെ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ്. അത്തരത്തിൽ ഗവൺമെന്റിന്റെ ഒരു ഇടപെടലിലൂടെ ഉണ്ടായ ഒരു ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചതും ട്രസ്റ്റിലേക്കുള്ള അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തത് വരെ കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഇതിനെ ഒരു സ്വയം പബ്ലിക് അതോറിറ്റി ആയിട്ട് കാണാനാകില്ല. 2025 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ സ്വയംഭരണാധികാരമുള്ള ഒരു ട്രസ്റ്റായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത്. ഒരു പബ്ലിക് അതോറിറ്റി ആയിട്ട് ട്രസ്റ്റിനെ കാണാത്തത് കാരണം തന്നെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ട്രസ്റ്റ് ഭാഗമാകുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 2025 കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് ജോൺ ബ്രിട്ടാസ് എം പി ഇപ്പോൾ ഒരു കത്തെഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിജ്ഞാപനത്തിലൂടെ രൂപീകരിച്ച ട്രസ്റ്റിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സുതാര്യത ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വലിയൊരു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു കൊള്ള നടക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഒരു സുതാര്യത ഗവൺമെന്റ് നേരിട്ട് ഉറപ്പാക്കേണ്ടതുണ്ട്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഒരു സ്വയംഭരണാധികാരമുള്ള ഒരു ട്രസ്റ്റായിട്ട് ഇതിനെ കാണുന്നതിലൂടെ അത്തരത്തിൽ ഒരു സുതാര്യത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരത്തിൽ ഈ ഒരു നിലപാട് പുനഃപരിശോധിക്കണമെന്നും ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകണമെന്നും ജോൺ ബ്രിട്ടാസ് എം പി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി ഫെമിനയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ, അയോധ്യ സംഘപരിവാർ കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അയോധ്യയിലെ സംഘപരിവാർ കൊള്ളയെ കുറിച്ച് തന്നെയാണ്.